ഒരു എ സി കമ്പസിന്റെ കോലയായി കാണുന്ന കേട്ടോ. ഇതാണ്ടോ മൊത്തം ഉരുകിപ്പോയിട്ട് ചെമ്പമ്പിയൊക്കെ പുറത്തു വന്നു, വൈൻഡിങ് ഒക്കെ പുറത്തിട്ട് വന്നു കേട്ടോ. അപ്പൊ അതുപോലെ കത്തിപ്പോയി. അപ്പൊ നമുക്ക് ഈ കമ്പസർ കോയിൽ മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കമ്പസർ കോയിൽ, ഈ പുള്ളി, ഈ പ്ലേറ്റ്, ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇത് മൊത്തം സെറ്റായിട്ട് മാറ്റിയൊക്കെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ കമ്പസർ കോയിൽ കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറുന്നതിന് മുന്നേ നമ്മുടെ കമ്പസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പസർ നല്ല രീതിക്ക് ഹീറ്റ് ആയി കഴിഞ്ഞാൽ കമ്പസർ കംപ്ലൈന്റ് ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മൾ ഈ സെന്ററിൽ പ്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് കറക്കി നോക്കി ഇതിനകത്തോടെ നല്ല പമ്പിങ് ഉണ്ടോ, കമ്പസർ വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, അങ്ങനെ കറക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് സൗണ്ട് കേൾക്കും നോക്കണേ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പമ്പിങ് ഉണ്ട് കമ്പസർ. അപ്പൊ കമ്പസറിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ക്ലച്ച് ഓയിൽ അസംബ്ലി ആയിട്ട് മാറ്റി കളയാം. കാരണം ഞാനിപ്പോ അസംബ്ലി മാറുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ സൈഡൊക്കെ ഉരുകി ആകെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കമ്പസർ കോയിൽ അസംബ്ലി ആയിട്ട് മാറുകയാണ് കേട്ടോ. അപ്പൊ ഈ കമ്പസറോട്ട് ഓവറായിട്ട് ഹീറ്റ് ആയിട്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അകത്ത് പിസ്റ്റൺ സാധനങ്ങളൊക്കെ തേഞ്ഞു പോയി കഴിഞ്ഞാൽ കമ്പസറിന് പമ്പിങ് ഉണ്ടാവില്ല. പമ്പിങ് ഇല്ലാത്തൊരവസ്ഥയിൽ വെറുതെ കാശ് മുടക്കി സാധനം മാറ്റി കാശ് കളേണ്ട ആവശ്യമില്ല. കമ്പസർ അസംബ്ലി ആയിട്ട് മാറേണ്ട കേട്ടോ. അപ്പൊ എ സി കമ്പസർ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാ. അപ്പൊ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പൊ റിപ്പയർ ചെയ്തിട്ടേക്കുന്നത്. അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കുറെ സാധനം ഇതിനകത്തുണ്ട്. അപ്പൊ അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ഇട്ടോട്ടോ.